കേരള ബജറ്റ് 2026 അവതരണത്തിന് മുന്നോടിയായി കാർഷിക മേഖലയിലെ പ്രതീക്ഷകൾ ഉയരുകയാണ്. സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും ഗ്രാമീണ ജീവിതത്തിലും നിർണായക പങ്കുവഹിക്കുന്ന കാർഷിക മേഖലയ്ക്ക് ഇത്തവണത്തെ ബജറ്റിൽ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ആകാംക്ഷയിലാണ് കർഷകരും കാർഷിക സംഘടനകളും. കാലാവസ്ഥാ വ്യതിയാനം കാർഷിക മേഖലയെ ഏറെ ബാധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതിശക്തമായ മഴ, വരൾച്ച, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതിനാൽ കാലാവസ്ഥാ സൗഹൃദ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കർഷകരെ ദുരന്തങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനുമായി കൂടുതൽ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. കേരളത്തിലെ പ്രധാന നാണ്യവിളകളിൽ ഒന്നായ റബ്ബർ മേഖലയാണ് ബജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ വിലമാറ്റങ്ങളും ഉൽപ്പാദന ചെലവിലെ വർധനവും റബ്ബർ കർഷകരെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. റബ്ബർ ഉൽപ്പാദന പ്രോത്സാഹന പദ്ധതികൾ, സബ്സിഡികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് പിന്തുണ എന്നിവ ബജറ്റിൽ ഉൾപ്പെടുമോ എന്നതാണ് കർഷകരുടെ ശ്രദ്ധ. നെൽകൃഷി മേഖലയിലും സമാനമായ പ്രതീക്ഷകളുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന നെൽകർഷകർക്ക് കൂടുതൽ പ്രോത്സാഹനവും സഹായവും ആവശ്യമാണ്. നെല്ലിൻ്റെ സംഭരണവും സംഭരണശാലകളുടെ വികസനവും സംഭരിച്ച നെല്ലിന് സമയബന്ധിതമായി പണവും ലഭ്യമാക്കുന്നതും പ്രധാന ആവശ്യങ്ങളാണ്. കുട്ടനാട് പോലുള്ള പ്രത്യേക കാർഷിക മേഖലകൾക്കായി പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. തെങ്ങ് കർഷകരും ബജറ്റിനെ വലിയ പ്രതീക്ഷകളോടെയാണ് നോക്കിക്കാണുന്നത്. നാളികേരത്തിൻ്റെയും വെളിച്ചെണ്ണയുടെയും വിലയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടം കർഷകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. തേങ്ങ അടിസ്ഥാനമാക്കിയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും വിപണനത്തിനും കൂടുതൽ സഹായം ലഭിക്കണമെന്നാണ് ആവശ്യവും. കുരുമുളക്, ഏലം, ജാതിക്ക തുടങ്ങിയ മസാല വിള മേഖലകളും ബജറ്റിൽ കൂടുതൽ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട്. ആഗോള വിപണിയിൽ കടുത്ത മത്സരം നേരിടുന്ന സാഹചര്യത്തിൽ കയറ്റുമതി പ്രോത്സാഹനവും ഗുണനിലവാര വർധനയ്ക്കുള്ള പദ്ധതികളും പ്രഖ്യാപിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കാർഷിക യന്ത്രവൽക്കരണത്തിനും ബജറ്റിൽ പ്രാധാന്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. തൊഴിലാളികളുടെ ലഭ്യതക്കുറവും ഉയർന്ന കൂലിച്ചെലവും കർഷകരെ ബാധിക്കുന്ന സാഹചര്യത്തിൽ ചെറുകിട കർഷകർക്ക് സബ്സിഡി നിരക്കിൽ കാർഷിക യന്ത്രങ്ങൾ ലഭ്യമാക്കാനുള്ള പദ്ധതികൾ ആവശ്യമാണ്. ഡ്രോൺ, സാങ്കേതികവിദ്യ, ഡിജിറ്റൽ കൃഷി, സ്മാർട്ട് ഫാമിംഗ് തുടങ്ങിയ ആധുനിക രീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജലസേചന മേഖലയിലും കൂടുതൽ നിക്ഷേപം ആവശ്യമാണ്. മഴയെ മാത്രം ആശ്രയിച്ചുള്ള കൃഷിയിൽ നിന്നും മാറി ജലസംരക്ഷണവും കാര്യക്ഷമമായ ജലവിനിയോഗവും ഉറപ്പാക്കുന്ന പദ്ധതികൾ നടപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ്. ചെറുകിട ജലസേചന പദ്ധതികൾക്കും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾക്കും കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നാണ് ആവശ്യം. ക്ഷീരമേഖലയും മൃഗസംരക്ഷണ മേഖലയുമാണ് മറ്റൊരു പ്രധാന പ്രതീക്ഷാ കേന്ദ്രം. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിനുമായി പുതിയ പദ്ധതികളും ധനസഹായങ്ങളും ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഈ മേഖലയിലെ ആവശ്യം. മൊത്തത്തിൽ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ഉൽപ്പാദന ചെലവ് കുറയ്ക്കുകയും കാലാവസ്ഥാ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുകയും ചെയ്യുന്ന പ്രഖ്യാപനങ്ങളാണ് കേരള ബജറ്റ് 2026 കാർഷിക മേഖല പ്രതീക്ഷിക്കുന്നത്. ഈ പ്രതീക്ഷകൾ എത്രത്തോളം ബജറ്റിൽ പ്രതിഫലിക്കുമെന്നതാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.